ഹായ് ആസ്പിരൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നെഗറ്റീവും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ലീനിയർ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അതേ ഫോർമാറ്റ് തന്നെയാണ്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞതിൽ അതേ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോവുക അല്ലെ. 5 × 42 പറയുമ്പോൾ 210 വരിക. മൈനസ് സിമ്പല് കൊടുക്കുക. -1 × 9 ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എത്ര വരിക, -9 ആണ് വരിക അല്ലെ. -9 എഴുതുക. അപ്പോൾ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് പോയത്, ഇനി റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് റിവേഴ്സ് വരിക അല്ലെ. അതായത് 5 × -2 അല്ലെ, എത്ര വരിക, -10 ആണ് വരിക. മൈനസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. 7 × 9 ചെയ്യുക അല്ലെ, എത്ര വരിക, അപ്പോൾ 63 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ 219 ആണ് വരിക അല്ലെ. നെഗറ്റീവും പോസിറ്റീവിലോട്ട് കൺവേർട്ട് ആകും. -10ഉം -63 എന്ന് പറയുമ്പോൾ -73 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക, -3 ആണ് കിട്ടുക അല്ലെ. ഇത് ഏതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും വരിക, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും വരിക അല്ലെ. ഓക്കെ, അപ്പോൾ എക്സ് -3 എന്ന് കിട്ടിയാൽ y കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലെ. 7x എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും, 7 × -3 എന്ന് ചെയ്യുമ്പോൾ -21 ആണ് വരിക. പ്ലസ് 5y എന്ന് പറയുന്നത് -1 ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 5y എന്ന് പറയുന്നത് -1 + 21 ആണ് വരിക അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു +20 ആണ് വരിക. അപ്പോൾ വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടുക, നമുക്ക് 4 ആണ് കിട്ടുക അല്ലെ. അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് ലീനിയർ ഇക്വേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പോകുക. ഓക്കെ.